അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നെതർലൻഡ്സിൻ്റെ മണ്ണിലൂടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ രണ്ട് സൈഡിലേക്കും മാറി മാറിയിരുന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ജാലകത്തിലൂടെ പുറത്തെ കാഴ്ചകൾ. ആളുകൾ പൊതുവേ കുറവാണ്. എന്നാൽ ഉള്ള ആളുകൾ തന്നെ അവരുടെ മൊബൈൽ ഫോണിൻ്റെ ലോകത്താണ്. പണ്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ പരസ്പരം സംസാരിക്കുമായിരുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കാണാമായിരുന്നു. എൻ്റെ ആദ്യകാല യാത്രകളിലൊക്കെ യൂറോപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ടിരുന്നൊരു കാഴ്ചയുണ്ട്. ആളുകൾ ഭക്ഷണപ്പൊതികളുമായിട്ട് ട്രെയിനിലേക്ക് കയറി വരുന്നു. അവർ അവിടുത്തെ ഈ ട്രെയിനിനകത്തെ ബോഗിക്കുള്ളിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് പോലും വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലേതുപോലെയല്ല, ഫേസ് ടു ഫേസ് ആണ് ആളുകൾ ഇരിക്കുക. അപ്പോൾ ഒരു നേരെ ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ മറ്റൊരു 2-3 സീറ്റുകൾ ആ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കും. ഇവർക്ക് രണ്ടുപേരുടെയും നടുക്ക് ഒരു മേശയുണ്ടാവും. ഈ മേശയുടെ അടിയിൽ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടാവും. ഈ ചുവരിൽ തന്നെ പിടിപ്പിച്ച തരത്തിലുള്ള വേസ്റ്റ് ബിന്ന്. അതുപോലെ തന്നെ പവർ പ്ലഗുകളുണ്ടാവും, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനൊക്കെയുള്ള പവർ പ്ലഗുകൾ. ഇന്നത് USB കണക്ടറുകളാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ മേശയിലെ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ വെച്ച് ചിലർ ബീറ് പോലും കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ചുകൊണ്ട് യാത്രയിൽ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് അന്ന് ഞാൻ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് മനുഷ്യർ മാറിയിരിക്കുന്നു. ഒരു 10-20 കൊല്ലം കൊണ്ട് യൂറോപ്പിലെ ഗതാഗത സംസ്കാരം തന്നെ മാറിയത് ഞാൻ കാണുകയാണ്. ആളുകൾ അവനവൻ്റെ ലോകത്താണ്. പുതിയ തലമുറയൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഒരു ലോകത്താണ്. അവരതിലൂടെ നോക്കി ചിരിക്കുന്നു, സ്വയം ആത്മകഥകൾ പറയുന്നു, മറുപടികൾ കൊടുക്കുന്നു. അതിലൂടെ ഇങ്ങനെ ലോകത്തെ മറ്റൊരു ആംഗിളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരും പരസ്പരം മിണ്ടുന്നില്ല. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഉണ്ടായൊരു മാറ്റമാണത്. അവനവനിലേക്ക് മൊബൈൽ ഫോണിലൂടെ ചുരുങ്ങിയ സമൂഹത്തെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണുന്നത്.